പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സഹായം നൽകിയെന്ന ആരോപണത്തിൽ സുജിത് ദാസ് നടത്തിയ സ്വർണ്ണവേട്ടകളും അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ സുജിത് ദാസ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. PV അൻവറിന്റെ ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും സംരക്ഷണം. ഇരുവരും സ്ഥാനങ്ങളിൽ തുടരും. അന്വേഷണത്തിന് DGPയുടെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ച് സർക്കാർ. PV അൻവർ ഇന്ന് ഉച്ചയ്ക്ക് 12-ന് മുഖ്യമന്ത്രിയെ കാണും. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. വിധി പറയുക എറണാകുളം ജില്ലാ സെഷൻസ് കോടതി. നടന്മാരായ സിദ്ദിഖ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളും കോടതികളിൽ. നടൻ മാമുക്കോയ്ക്കെതിരായ ആരോപണത്തിൽ നിയമ നടപടിയെന്ന് മകൻ നിസാർ. ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ മാനനഷ്ട കേസ് നൽകും. മരിച്ചിട്ട് 1.5 വർഷമായി. അപ്പൊ ഇതുവരെ പറയാതപ്പോ പുതിയൊരു സാധനം വന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി നൽകി. എന്റെ വലിയ അപവാദം പറയണേ, നടപടി എടുക്കണം എന്നിട്ട്. പിതാവ് മരിച്ചതിനു ശേഷം ആരോപണം ഉന്നയിച്ചത് വേദനിപ്പിച്ചുവെന്നും നിസാർ കേരള വിഷൻ ന്യൂസിനോട്. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊന്നത് അമ്മയുടെ ആൺസുഹൃത്ത്. വീട്ടിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് മൊഴി. അമ്മയെയും ആൺസുഹൃത്തിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബില്ലുമായി മമതാ ബാനർജി മുന്നോട്ട്. കരട് ബില്ലിന്ന് പശ്ചിമബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കും. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ പ്രക്ഷോഭം തുടങ്ങാൻ മമത. സാമ്പത്തിക ക്രമക്കേടിൽ കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അറസ്റ്റിൽ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ കളിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം ഏരീസിനെ നേരിടും. രണ്ടാം മത്സരം ആലപ്പി റിപ്പിൾസും ട്രിവാൻഡ്രം റോയൽസും തമ്മിൽ.